ബസ്, ട്രെയിൻ, ബസ് സ്റ്റോപ്പ്, ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ, കുറച്ച് ആണുങ്ങളുണ്ട്. അവര് മൂലം മറ്റാണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേറൊന്നുമല്ല, 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ട്രെയിനിൽ കയറി പെണ്ണുങ്ങളോട് അവിടെ എവിടെയും കയറി പിടിക്കും. അതല്ലെങ്കിൽ ബസ്സിൽ കയറിയായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കാം. ഒറ്റയ്ക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സുരക്ഷിതമാണ്, എന്നെ കാണുമ്പോഴത്തേനും സ്ത്രീക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, എന്നാൽ കയറി പിടിച്ചേക്കാം എന്ന് വിചാരിച്ച് ഓടി കയറി പിടിക്കുന്ന കുറെ അലവലാതി പുരുഷന്മാരുണ്ട്. ആണുങ്ങൾക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്ന നാറികൾ. അവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണിത്. ഇവരുടെ വികാരം കുറയ്ക്കാനും സ്ത്രീകളെ കണ്ടാൽ ഒന്നും തോന്നാത്ത ഒരു ചികിത്സയുണ്ട്. അതും നടത്തിയാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്ത്രീകളെ കാണുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ തോന്നില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞരമ്പന്മാർക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പെണ്ണായാൽ മതി, അപ്പം തന്നെ എനിക്കും എന്നടങ്ങുന്ന ആണുങ്ങൾ, അവന്മാർ കഴിഞ്ഞ ദിവസം ഒരുത്തൻ്റെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ബസ് യാത്രക്കിടയിൽ ഒരു പെൺകുട്ടി മുന്നിലിരിക്കുന്നു. ആ പെൺകുട്ടി ബസ്സിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ചാരിയാണ് ഇരിക്കണത്. ഈ സമയത്ത് പുറകിൽ ഇരുന്നവൻ എൻ്റെ വിരല് ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് പെൺകുട്ടിയുടെ ഹോൺ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഹോൺ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പെങ്കൊച്ചെന്ത് വെച്ച് കഴിഞ്ഞാൽ ഹോൺ അടിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരത്തി മൊബൈൽ ഓൺ ആക്കിയിട്ട് ഇവൻ്റെ വിരല് വരുന്നതും ഇവൻ്റെ കോപ്രായങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തു. നല്ല കാര്യമാണ് ആ പെൺകുട്ടി ചെയ്തത്. അവൻ്റെ വൃത്തിയേട് അവിടെ നിന്ന് തന്നെ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഇനി അവൻ എങ്ങനെ പുറത്തിറങ്ങി എടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയുള്ള അലവലാദികൾക്ക് ഒന്ന് ചെയ്യാം, നിന്റെയൊക്കെ വികാരം തീർക്കാവുന്ന സംഭവമുള്ളൂ. അതിന് ഈ റോട്ടിൽ കാണുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ പോണ്ട. നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? 500 മുതൽ എല്ലാ സ്ഥലത്തും സ്ത്രീകളെ കിട്ടും, പകലും രാത്രിയും. നീ അറിയാൻ പാടില്ല, നിന്റെ കൂട്ടുകാരോട് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. അങ്ങനെ പോയാൽ തന്നെ നിന്റെയൊക്കെ ഈ സൂക്കേട് മാറും. അതിനുള്ള സൂക്കേടൊക്കെ ഉള്ളൂ നിന്റെ. പക്ഷെ നിനക്ക് അതിന് പോയി നോക്കണം. പോയി നോക്കി പൈസ മുടക്കി അതിന് പോയി കഴിഞ്ഞാൽ നീ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ തുള്ളിച്ചാടി പോവില്ല, പെണ്ണുങ്ങളെ തോണ്ടാനും പിടിക്കാനൊന്നും പോവില്ല. ഇതെന്താണെന്ന് അറിയാത്ത ഒരു സൂക്കേടാണ് നിനക്ക്. ചിലവന്മാർക്ക് അറിഞ്ഞാലും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവന്മാർ ഇങ്ങനെ ഇതിൽ കൂടുതൽ വൃത്തികേടുകൾ കാണിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറയും എന്നുള്ളത് തന്നെയാണ്, അത് ഉറപ്പാണ്. ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഈ സൂക്കേട് മാറ്റാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അത് ആര് പരീക്ഷിച്ചാലും വിജയിക്കുന്നതാണ്. കാരണം ഇത് പരീക്ഷിച്ചിട്ടുള്ള ഇപ്പൊ ഞാൻ പറയുന്ന കള്ളമാണ്, ഈ പുള്ളി ചുമ്മാ ഇരുന്ന് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷിച്ചോക്കണം. ഇത് പരീക്ഷിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്ത്രീകളെ കണ്ട ഒന്നും തോന്നില്ല. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ നല്ല ഡോർ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ കാറിന്റെ ഡോർ അവിടെ ചെന്ന് നിൽക്കുക. എന്നിട്ട് ആ ഡോർ തുറന്നിട്ട് ആ സാധനം എടുത്ത് അതിന്റെ ഇടയിലേക്ക് വെച്ചിട്ട് 2-3 പ്രാവശ്യം തുറന്നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഓക്കെയാണ്. അത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിന്റെ ആ സൂക്കേട് മാറും. പിന്നെ നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ തോന്നില്ല. ഇനി അതിനകത്ത് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത്, നിനക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ചിറ്റിക. ഈ ചിറ്റിക എടുത്തിട്ട് ആ ചെറിയ ഇറച്ചി കഷ്ണം എടുത്ത് ഏതെങ്കിലും മേശപ്പുറത്തേക്കോ അല്ല ആ പാറക്കല്ലിന്റെ മുകളിലേക്ക് വെച്ചിട്ട് വലിച്ചടിച്ച് കഴിയുമ്പോൾ അത് ചതഞ്ഞങ്ങ് പോകും. അങ്ങനെ ചെയ്താലും നിനക്ക് ഇങ്ങനെയുള്ള സൂക്കേട് പിന്നെ തോന്നൂല. ഇനി അതും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ 2 മുനയുള്ള കോമ്പസ് ഉണ്ടല്ലോ പിള്ളേരെ, ആ കോമ്പസ് എടുത്തിട്ട് തുരുതുരാ കുത്തിയാലും ഈ പറഞ്ഞ സംഭവം നടക്കും. പിന്നെ നിനക്ക് പെണ്ണുങ്ങളെ കണ്ടൊന്നും തോന്നൂല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ സൂക്കേട് മാറുന്നതായിരിക്കും. ഇനി നമ്മുടെ പ്രേക്ഷകരുണ്ട്, ഇതിന് നന്നായിട്ട് നിങ്ങളുടെ സൂക്കേട് മാറ്റാനുള്ള കാര്യങ്ങൾ അവര് ബാക്കിയുള്ളത് പറഞ്ഞു തരും. പൊതുവെ ആണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതൽ ആണുങ്ങളും മാന്യമായിട്ട് യാത്ര ചെയ്യുന്നവർ തന്നെയാണ്. വിരലിലെണ്ണാവുന്ന കുറച്ച് നാറികളാണ് ഈ ബസ്സിലും അല്ലെ ട്രെയിനിലും മറ്റു സ്ഥലങ്ങളിലും വിഷയം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ നല്ല രീതിയിൽ ജീവിക്കുന്ന ആണുങ്ങൾക്ക് കൂടി നാണക്കേടാണ് ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ. സ്ത്രീകളെ കാണുമ്പോഴത്തേക്കും സ്വന്തം സാധനം എണിക്കുകയും കൺട്രോൾ കിട്ടാതെ നിങ്ങൾ കൺമുന്നിൽ കാണുന്ന സ്ത്രീയെ കയറി പിടിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിച്ചേക്കണം? ഈ സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളോട് എല്ലാ വികാരവും തോന്നിയില്ല, സിനിമയെ കാണും പോലെ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഊക്കാൻ പോകുന്ന വിചാരിച്ചാണ് നിങ്ങൾ ചെല്ലുന്നത്. തെറ്റുകാരനെ അത്. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെ നടു റോഡിൽ വെച്ച് നിങ്ങളോട് പ്രേമോ അല്ലെങ്കിൽ മറ്റേ പണ്ണാനുള്ള ഇതൊന്നും തോന്നൂല. അത് എല്ലാവർക്കും ഓരോരോ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിലാണ് ഓരോരുത്തർക്കും ഓരോ തോന്നുക. അത് അവരോട് ഇഷ്ടം തോന്നണം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നീ ഇപ്പൊ ഡ്രസ്സൊക്കെ മാറി നീ പുറത്തേക്ക് ഇറങ്ങാണ്, പെട്ടെന്ന് വന്നൊരു കാക്ക നിന്റെ മേത്തേക്ക് തൂറിയതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നീ ഒരു പെണ്ണിനെ കയറി പിടിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഈ ആണും പെണ്ണും കേട്ട പുരുഷന്മാരെ എടുക്കുക. ഈ ഈ മോശമായിട്ട് നടക്കുന്ന ആണുങ്ങളെ വന്ന് നിങ്ങളുടെ തൊടയെ പിടിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് തോന്നും? പെട്ടെന്ന് നിനക്ക് ആ വെറുപ്പല്ലേ തോന്നുക? ഇത് തന്നെയാണ് സ്ത്രീകൾക്കും തോന്നുക. അപ്പൊ ഞരമ്പ് രോഗികളായ ആണുങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പെട്ടെന്നൊന്നും ആർക്കും ഒന്നും തോന്നില്ല എന്നുള്ളതാണ്. നിന്റെയൊക്കെ ചിന്താഗതി തെറ്റാണ്.